സ്കൂബ ഡൈവിംഗ് ഉണ്ടായിരുന്നു. ഒരു 20-21 അടിയോളം നമ്മൾ ഡൈവ് ചെയ്തു. പിന്നെ മൗണ്ടൻ റെസ്ക്യൂ ഉണ്ടായിരുന്നു. മലയിടുക്കുകളിലൊക്കെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചെയ്തു, ആരും തന്നെ മാറി നിന്നിട്ടില്ല. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, ഹൈറ്റും ഇരുട്ടൊക്കെ. ഇപ്പോൾ എല്ലാവരും സെറ്റാണ്. സെയിം ട്രെയിനിങ് ആയിരുന്നു നമുക്ക് തന്നത്. ഒന്നിനും നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ നമ്മൾ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിച്ചു. നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് തന്നെ ഒരു പേടി വരും, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ. പക്ഷേ നമ്മൾ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. സിമ്പിൾ അല്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ആ ട്രെയിനിങ് എല്ലാം മെന്നിൻ്റെ ട്രെയിനിങ് ആണ്. എല്ലാം കുറച്ച് ഹെവി ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ തന്നെയായിരുന്നു സംഭവം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് നമുക്ക്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഡ്യൂട്ടിയിലല്ലെങ്കിൽ പോലും ജസ്റ്റ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ടാണെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ ഒരാളുടെ ലൈഫ് പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്ത് അവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനുള്ള സാവകാശം, അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. മുമ്പ് സ്പോർട്സ് പരമായിട്ടൊന്നുമില്ല. ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിലാണ്. വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പല ഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ വനിതകളെ കണ്ടിട്ടുണ്ടെങ്കിലും വനിതകളെ കാണാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു പേര് ദോഷം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ. അപ്പോൾ ആ ഒരു പേര് ദോഷം മാറ്റിക്കൊണ്ട് അവർ ചരിത്രം തിരുത്തി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആ വനിതാ പുലികളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാ സ്റ്റേഷനുകളിലും വനിതകളെ അവർ നിശ്ചയിച്ചിട്ടുണ്ട്, അവർ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പ്രവർത്തനങ്ങളും അവരുടെ കാര്യങ്ങളും വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ മൻസൂർ മുഹമ്മദ്, ത്രിപുരം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അവരുടെ മുന്നിലെത്തിയിട്ടുണ്ട്. 4 പുലികളാണ് നമ്മുടെ ആലപ്പുഴയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ 2 പേര് 3 പേരൊക്കെ ഉള്ളൂ എന്ന് തോന്നണം, അല്ലേ? അപ്പം ആലപ്പുഴയ്ക്ക് സ്വന്തമായിട്ട് 4 പുലികളെ നമുക്ക് വനിതാ പുലികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം, അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ ചെയ്യുന്ന വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വനിതകൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം വെച്ചാൽ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പോകാനായിട്ടും എനിക്കൊന്നും ആണുങ്ങൾക്ക് പോലും ഒരു ഉൾഭയമുള്ള, അതായത് പോലീസിലേക്ക് പോകുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് എക്സൈസ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന ആ ഒരു ഫീലോടുകൂടിയല്ല ഈ ഫയർ ആൻഡ് റെസ്ക്യൂയിലേക്ക് പലരും വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പേടിക്കേണ്ട അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന പല മുഹൂർത്തങ്ങളും ഫേസ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അതിലേക്കാണ് നമ്മുടെ ഈ വനിതാ പുലികൾ വന്നിട്ടുള്ളത്. അവരെന്തുകൊണ്ടാണ് വന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പം ആദ്യം നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോ. എൻ്റെ പേര് സ്വാതി കൃഷ്ണ, വീട് ചേർത്തല, പട്ടണക്കാടാണ് എൻ്റെ വീട്. എൻ്റെ പേര് ശ്രീന, വീട് ഇവിടെ ആലപ്പുഴ തന്നെയാണ്. എൻ്റെ പേര് അഞ്ജലി, വീട് ചേർത്തല കളവങ്കോട്. എൻ്റെ പേര് ദർശന, വീട് ചേർത്തല വാരനാട്. അപ്പോൾ എല്ലാവരും ആലപ്പുഴക്കാർ തന്നെയല്ലേ? ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു വേറെ അല്ല ഇത് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ആലപ്പുഴക്കാരെ മൊത്തം ആലപ്പുഴയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആലപ്പുഴ എന്നുള്ള ആരെങ്കിലും വേറെ സ്റ്റേഷനിലേക്ക് പോകേണ്ട വന്നിട്ടുണ്ടോ? എറണാകുളം സ്റ്റേഷൻ വന്നിട്ടുണ്ടല്ലേ? ബാക്കി നമ്മൾ എന്തായാലും ഇവിടെ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ കാരണം? ഇതിനോടുള്ള ആഗ്രഹം കൊണ്ടാണ്, അതോ ഇനി ഇതാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ വന്നു പോയതാണ്, അങ്ങനെ എന്തെങ്കിലും ആണോ? ഇത് ഫയർഫോഴ്സിൽ പെൺകുട്ടികൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പെൺപിള്ളേർ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം തോന്നി പഠിച്ചു. ലിസ്റ്റിൽ വന്നപ്പോൾ നമുക്ക് 4 പേർക്കും ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും റാങ്ക് ഉണ്ടായിരുന്നു. അതെ. പിന്നെ പെൺകുട്ടികൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ, പുതിയ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടമായിരുന്നു ഇതിലേക്ക്. ഈ 1, 2, 3, 4 ആ റാങ്കിലാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ആരും ഇതിൽ നിന്ന് ഇത് കിട്ടി, പക്ഷെ ഇതായതുകൊണ്ട് വേണ്ടാന്നും പറഞ്ഞ് ആരും പോയിട്ടില്ല അല്ലേ? ഈ എങ്ങനെയായിരുന്നു ഇതിൻ്റെ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ട്രെയിനിങ് പീരീഡൊക്കെ? ട്രെയിനിങ് പീരീഡ് അത്യാവശ്യം ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ട്രെയിനിങ്ങിന് PT പരേഡ്, ഡ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂബ ഡൈവിംഗ് ഉണ്ടായിരുന്നു. ഒരു 20-21 അടിയോളം നമ്മൾ ഡൈവ് ചെയ്തു. പിന്നെ മൗണ്ടൻ റെസ്ക്യൂ ഉണ്ടായിരുന്നു. മലയിടുക്കുകളിലൊക്കെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചെയ്തു, ആരും തന്നെ മാറി നിന്നിട്ടില്ല. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, ഹൈറ്റും ഇരുട്ടൊക്കെ. ഇപ്പോൾ എല്ലാവരും സെറ്റായി. ഈ ഏതെങ്കിലും നിമിഷം ഇതിൽ നിന്ന് വരണ്ടായിരുന്നു അല്ലെങ്കിൽ അബദ്ധമായി പോയി എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? ഈ നിമിഷം വരെ തോന്നിട്ടില്ല, ഇനിയോട്ട് തോന്നത്തുമില്ല. ഇപ്പം നമ്മൾ ഓൾറെഡി സെറ്റാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 150 ദിവസം ബേസിക് ട്രെയിനിങ് ആയിരുന്നു ഇവിടെ ഫയർഫോഴ്സ് അക്കാഡമിയിൽ. ട്രെയിനിങ് നമുക്ക് ടഫായിട്ട് തന്നെയായിരുന്നു. മെന്നിൻ്റെ സെയിം ട്രെയിനിങ് ആയിരുന്നു നമുക്ക് തന്നത്. ഒന്നിനും നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ നമ്മൾ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിച്ചു. നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് തന്നെ ഒരു പേടി വരും, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ.
പക്ഷേ നമ്മൾ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. സിമ്പിൾ അല്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും, ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാവും. നിസ്സാരം എന്നുള്ള ഒരു തോന്നലല്ലേ ഈ ഏറ്റവും, അതായത് നമ്മൾ ചെയ്ത ട്രെയിനിങ്ങുകളിൽ ഇപ്പം നേരത്തെ പറഞ്ഞു PT പരേഡ്, അതുപോലെ സ്കൂബ, അങ്ങനെ മലയിടുക്കി പോയത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയത്, അല്ലെങ്കിൽ സ്ത്രീകൾ എന്നുള്ള നിലയിൽ, അതായത് ഇപ്പം പുരുഷന്മാർ ചെയ്യുന്ന അത്രയും ഇതല്ല, നമുക്ക് സ്ത്രീകളായതുകൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ഏത് സ്റ്റേജാണ്? സ്ത്രീകളായതുകൊണ്ട് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ട്രെയിനിങ് എല്ലാം മെന്നിൻ്റെ ട്രെയിനിങ് ആണ്. ഓക്കെ, എല്ലാം കുറച്ച് ഹെവി ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ തന്നെയായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് എല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്തു. എല്ലാം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ബുദ്ധിമുട്ട് നമുക്ക് കൈ വഴങ്ങി നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് അത് കുറച്ചുകൂടി വരുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് BEd ട്രെയിനിങ് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തായിരുന്നു. BSETൻ്റെ ബ്രീത്തിങ് അപ്പാരറ്റസിൻ്റെ ട്രെയിനിങ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെവി ആയിരുന്നു. അതിൻ്റെ നമുക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് താങ്ങി നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആദ്യം തോന്നി. പക്ഷെ നമ്മൾ ചെയ്തു വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസും വരും. എവിടെ വെച്ചായിരുന്നു ട്രെയിനിങ് ഒക്കെ? അക്കാഡമിയിൽ വെച്ച് തന്നെ. എത്ര ടീം ഉണ്ടായിരുന്നു? എന്തോരം പേരുണ്ടായിരുന്നു? ഞങ്ങൾ 82 പേര്. 82 പേര്, അതായത് ഒറ്റ ബാച്ച് എന്ന് പറഞ്ഞാൽ 82 പേരാണ്. 82 പേരുടെ. അതിനെ സ്പ്ലിറ്റ് ചെയ്താണ് പല ജില്ലകളിലേക്കും മാറിയിരിക്കുന്നത്. നമ്മുടെ വേക്കൻസി ജില്ലാടിസ്ഥാനത്തിലായിരുന്നു. ഓരോ ജില്ലയിൽ, ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ 5 വേക്കൻസി, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോടൊക്കെ 15 വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കി എല്ലാ ജില്ലയിലും 5 വേക്കൻസി. അങ്ങനെയായിരുന്നു നമ്മുടെ ഓൾറെഡി റിക്രൂട്ട്മെന്റ് നടന്നത് തന്നെ. എല്ലാവരും കൂടെ ഒന്നിച്ച് അക്കാഡമിയിൽ ബേസിക് ട്രെയിനിങ് തന്നിട്ട് സ്റ്റേഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അതത് ജില്ലാ ആസ്ഥാനത്തേക്ക് വിട്ടതാണ്. അതെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ് ഒക്കെ? ട്രെയിനിങ് സൂപ്പറായിരുന്നു. കുറച്ച് ടഫായിരുന്നു, പൊളിച്ച് ടഫായിരുന്നു. അത് നമ്മൾ ചെയ്തു. ഇതിനു മുമ്പ് എന്തെങ്കിലും സ്പോർട്സ് പരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് സ്പോർട്സ് പരമായിട്ടൊന്നുമില്ല. ആരും ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ. ഈ ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ലിസ്റ്റിൽ വല്ലതും ഉണ്ടായിരുന്നോ? ലിസ്റ്റിലുണ്ടായിരുന്നു. പോലീസ്, LD, ASM അതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുത്തത് ഇതിനാണ്, അതോ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഇതായതുകൊണ്ട് വന്നതാണ്? ഇല്ല, എനിക്ക് പോലീസും ഫയർഫോഴ്സും ഒരുപോലെ വന്നത്. അത് ഡിലീഷൻ കൊടുത്തതാണ്. അതെ അല്ലേ? അതിൽ നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഇതിലേക്ക് പോകുന്നതാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്? വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ കേസ് എന്തെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് കേസുകൾ അറ്റൻഡ് ചെയ്യണ സ്റ്റേഷൻ ട്രെയിനിങ്ങില്ല. ഇപ്പം നമ്മൾ വന്നിട്ട് 1.5 മാസം ആയിട്ടുള്ളൂ. ഇപ്പോൾ ട്രെയിനിങ് പീരീഡ് ആണല്ലേ? ട്രെയിനിങ് പീരീഡ് നമുക്ക് സ്റ്റേഷൻ ട്രെയിനിങ് നമുക്ക് ടോട്ടൽ 1 ഇയർ ട്രെയിനിങ്. 1 ഇയർ ആണ്. അതിൽ 6th month ഇവിടെ വരും അക്കാഡമിയിലും, ബാക്കി 6 മാസം ഇവിടെ സ്റ്റേഷൻ ട്രെയിനിങ്ങുമാണ്. അങ്ങനെയാണ് വരുന്നത്. അവിടെ നമ്മൾ ശരിക്കും യഥാർത്ഥ കോൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്നത് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ കോളുകളുണ്ട്, പക്ഷെ നമുക്ക് അത്ര ഇതായിട്ടുള്ള കോളിൽ ഇത് വന്നിട്ടില്ല. 4 പേരും ഒരുമിച്ച് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. നമുക്ക് നമുക്ക് മന്ത്ലി ഇപ്പോൾ 2 ക്യാഷ് ലീവും 2 ഓഫും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതെടുക്കുന്നതല്ലാതെ ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ് ഒക്കെ? ട്രെയിനിങ് അടിപൊളിയായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ജോബാണിത്, അതുകൊണ്ടാണ് ഞാൻ ഫയർഫോഴ്സിൽ വരാൻ കാര്യം. അപ്പോൾ അവിടെ നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലോട്ടും നമുക്ക് ട്രെയിനിങ് ലഭിക്കുന്നുണ്ട്. ഇപ്പം മലമുകളിലായാലും അണ്ടർ വാട്ടർ ആയാലും നമുക്ക് എല്ലാ മേഖലയിലും എത്താൻ പറ്റും. ഫസ്റ്റ് എയ്ഡ് അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് പോലീസിൻ്റെ വന്നിട്ടുണ്ടായി. ട്രെയിനിങ് സമയത്ത് തന്നെയാണ് പോലീസിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എല്ലാ മേഖലയിലും നമ്മൾ എത്തിപ്പെടാൻ സാധിച്ചു തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കിട്ടുന്ന ഒരു നല്ലൊരു ട്രെയിനിങ് ആണ്. ഒരു ജോലി എന്നതിലുപരി നമുക്കൊരു അവയർനെസ് ആയിട്ട് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ക്യാച്ച് ആയത് ഫസ്റ്റ് എയ്ഡ്. അത് നമുക്ക് ആപത് മിത്ര എന്ന് പറയുന്ന സംഭവമുണ്ട്, BLS എന്ന് പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് സംഭവം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് നമുക്ക്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഡ്യൂട്ടിയിലല്ലെങ്കിൽ പോലും ജസ്റ്റ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ടാണെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ ഒരാളുടെ ലൈഫ് പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്ത് അവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനുള്ള സാവകാശം, അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ട്രെയിനിങ് കാലയളവിൽ നല്ല അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ്മാരായിട്ടായിരുന്നു നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ഇതേ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒട്ടും തീരെ ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് സ്വിമ്മിങ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒക്കെ പഠിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യമേ ഒരു ഭീതി എല്ലാവർക്കും ഉള്ള പോലെ നമുക്ക് ഉണ്ടാവും. പക്ഷേ ട്രെയിനിങ് അവിടുത്തെ കിട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മളെപ്പോഴും അത് കൊണ്ടുവരാൻ പോകുന്ന സ്റ്റേഷൻ ട്രെയിനിങ്ങിലാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും കോളുകൾ വരുന്നുണ്ട്, പക്ഷെ എന്നാലും അധികം സീരിയസ് ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട കേസായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചെറിയ ചെറിയ കോളിനൊക്കെ ഞങ്ങൾ പോയി അങ്ങനെ തുടങ്ങി. പോയ കോളുകളൊക്കെ എന്തായാലും ഇവിടുത്തെ സാറുമാരൊക്കെ ആണെങ്കിലും നമ്മളുമായിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവരുടെ പ്രാക്ടിക്കൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. അതിൽ എനിക്ക് ഒരു ഇപ്പോൾ പറഞ്ഞതിനകത്ത് നമുക്കൊരു സന്തോഷം തോന്നുന്ന സംഭവം എന്ന് പറയുന്നത്,
ഈ ഫസ്റ്റ് എയ്ഡ് അല്ലേ? അതെ, കാരണം ഇപ്പൊ നമ്മൾ ഡ്യൂട്ടിയിലല്ലെങ്കിലും നമ്മളിപ്പോ ഒരു യാത്ര ചെയ്തോണ്ടിരിക്കുന്ന വഴിയാണെങ്കിലും ഒരാൾ പെട്ടെന്നൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ അവനെ ഒന്ന് ആദ്യത്തെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതൊരു വലിയൊരു അനുഭവമാണ്. സാധാരണ എനിക്കൊന്ന് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ബസ്സിലൊക്കെ വെച്ചാണെങ്കിൽ ആരെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഡോക്ടർമാരുണ്ടോ നഴ്സുമാരുണ്ടോ എന്നൊക്കെയാണ് ആദ്യം വിളിച്ച് ചോദിക്കുന്നത്. അപ്പം എന്തായാലും അത് നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ? ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ എവിടെ വെച്ചായിരുന്നു അക്കാദമി തന്നെയാണ്. അതിനുള്ള പൂളുണ്ട് ഉണ്ടല്ലേ? സ്കൂബ നടന്നത് അവിടെ തന്നെയാണ് അല്ലേ? വിദ്യാർത്ഥികൾ ഇതിന് നിൽക്കുമ്പോൾ ഇത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മുൻകരുതൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിലോട്ട് വരാനായിട്ട് തന്നെയല്ല, ഇപ്പോൾ എല്ലാ കുട്ടികളാണെങ്കിലും ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഹെൽത്ത് വൈസ് ആയാലും ഒരു റൂട്ടീൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താ ലൈഫ് ലോങ് ആയിട്ടും അവരുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണെങ്കിൽ സ്പോർട്സ് ഡേ എന്ന് പറയുന്നത് ഹോളിഡേ ആയിട്ടാണ് ഞങ്ങളുടെയൊക്കെ ടൈമിൽ. അതിനപേക്ഷിച്ച് അത് കറക്റ്റായിട്ട് ഒരു റൂട്ടീൻ, ഒരു ഹെൽത്ത് വൈസ് റൂട്ടീൻ, ഓടുക ചാടുക എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബോഡി വർക്കാകുന്ന രീതിയിൽ നല്ല ഒരു രീതിയിലൊരു മെയിൻറ്റെയിൻ ചെയ്യുക, ഫിറ്റാകുക, നമ്മൾ ബോഡി ഫിറ്റാകുക. അത് അപ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഫിസിക്കലി ഫിറ്റ് ആകുമ്പോൾ തന്നെ മെൻ്റലി നമുക്കത് ഓട്ടോമാറ്റിക് അത് നമ്മൾ ട്രെയിനിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും അനങ്ങാതിരുന്ന ആൾ അവിടെ ചെന്ന് കഴിയുമ്പം PT പരേഡ് അതൊക്കെ തന്നെ നമ്മളൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെയായിട്ടൊരു അച്ചടക്കം കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാതെ തന്നെ നല്ലതായിട്ട് വർക്കായിക്കൊണ്ടിരിക്കുന്ന ടൈമാണെങ്കിൽ നമുക്ക് ഇതേപടി ഫോഴ്സിലാണെങ്കിൽ തന്നെ പെണ്ണാണെന്ന് മാറി നിൽക്കാതെ തന്നെ നമുക്ക് ആ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പറ്റും. ഇതിപ്പോൾ ആൺ പെൺ വ്യത്യാസം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമ്മുടെ ഇതിലാണെങ്കിലും ഒരാൾ ഇപ്പോൾ വല്ല ഇഞ്ചുറി പറ്റി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആണാണോ പെണ്ണാണോ നോക്കില്ല. നമ്മുടെ അവിടുത്തെ ട്രെയിനിങ് അതാണ്. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അവിടെ ഒരു ജെൻഡർ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ബോഡി ഫിറ്റായിട്ട് നല്ല വർക്കൗട്ടായിട്ട് എന്തും ചെയ്യാനായിട്ടുള്ളൊരു എനർജറ്റിക് ഒരു ആളായിട്ട്. അത് പെൺകുട്ടികൾ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓഫീസ് ജോലിയാണല്ലോ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. എല്ലാവരും ഞാൻ പറയല്ല, കൂടുതലും അങ്ങനെയാണ്. ഒരു ഗവൺമെൻറ് ജോലിയെന്ന് എല്ലാവരും ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒബ്സസിറ്റി കാലഘട്ടത്തിൽ എല്ലാം ഈ ജങ്ക് ഫുഡ്സൊക്കെ ആണല്ലോ എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫസ്റ്റിൽ തന്നെ ബോഡിക്ക് പ്രയോറിറ്റി കൊടുത്ത് നല്ല ഫിറ്റായി കഴിഞ്ഞാൽ തന്നെ ഫിസിക്കലി ഒരു 50% ഫിറ്റാണെങ്കിൽ നമ്മൾ മെൻ്റലി നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫോഴ്സിലാണെങ്കിലും അല്ലാണ്ട് നല്ല ഈൽഡ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ അങ്ങോട്ടുള്ള ലൈഫിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫയർ ആൻഡ് റെസ്ക്യൂവിൽ വനിതകൾ വരുന്നത്. അപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളും അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഇതിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പെൺകുട്ടികൾ വീണ്ടും ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂവിലേക്ക് മുന്നിട്ട് വരിക, അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന സേനകളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു സേനാ വിഭാഗം എന്ന് പറയുന്നത് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ തന്നെയാണ്. കാരണം നമ്മൾ സിനിമകളിലൂടെയൊക്കെയാണ് കണ്ടിട്ടുള്ളതെങ്കിലും ജീവിതങ്ങളിലൂടെ തെളിയിച്ച ഒട്ടേറെ ആൾക്കാർ ഉണ്ട്. ഇവിടെ തന്നെ പല ആൾക്കാരുണ്ട്. നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ഇവിടെ കുറച്ച് അനുഭവങ്ങളുള്ള പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പം അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ അത് എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.